ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാട്ടൊലിവായ നമ്മെ കരുതലോടെ ചേർത്തു പിടിച്ച കർത്താവിൻ്റെ കാരുണ്യത്തെ, പരിശുദ്ധിയെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാട്ടൊലിവിൻ കൊമ്പേ സ്നേഹിച്ചു നീ, ജാതിയാമെന്റെ കൈപിടിച്ചു. എന്തു ഞാൻ ചെയ്തു, എന്തെന്നിൽ കണ്ടു, ചങ്കിലെ ചോര ചിന്ത. എന്തു ഞാൻ ചെയ്തു, കണ്ടു, ചങ്കിലെ ചോര ചിന്ത. ദൂതർ സംഘം പാടും ഗാനമതിൽ ഞാനും ചേർന്നു പാടും, ദൈവം പരിശുദ്ധൻ. ദൂതർ സംഘം പാടും ഗാനമതിൽ ഞാനും ചേർന്നു പാടും, ദൈവം പരിശുദ്ധൻ. റോമാലേഖനം 11-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ഒലിവ് മരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളെക്കാൾ വലിയവനാണെന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണെന്ന് ഓർത്തുകൊള്ളുക. റോമാലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ ഒലിവു മരത്തിൻ്റെ സുന്ദരമായ ഒരു സാദൃശ്യം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട് ചേർത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒലിവു മരത്തിൻ്റെ സ്വാഭാവിക ചില്ല എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിനെയാണ്. കാട്ടൊലിവ് വിജാതീയരാണ്. സ്വാഭാവിക ചില്ലയായ ഇസ്രായേല് ഫലം പുറപ്പെടുവിക്കാൻ മറന്നുപോയപ്പോൾ സ്വാഭാവിക ചില്ലയെ വെട്ടി കാട്ടൊലിവിനെ കർത്താവ് അവിടെ ചേർത്തു വെച്ചു. പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ അഭിമാനിക്കേണ്ടത് കർത്താവിലാണ്. നിങ്ങളിൽ തന്നെ അഭിമാനിക്കാൻ, നിങ്ങളിൽ തന്നെ ആശ്രയിക്കാൻ നിങ്ങളിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ മഹത്വത്തെ, ആ വിശുദ്ധ വേരിൻ്റെ പരിശുദ്ധിയെ ഏറ്റുപറയണം. വേര് ഇവിടെ സൂചിപ്പിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. തൻ്റെ ഉടമ്പടിയിലൂടെ, തൻ്റെ വാഗ്ദാനങ്ങളിലൂടെ നമ്മോട് കരുണ കാണിക്കുന്നത്. ആ വാഗ്ദാനവും ഉടമ്പടിയും മിശിഹായിൽ പൂർത്തിയാക്കിയ കർത്താവ് തമ്പുരാൻ. ക്രിസ്ത്യാനി നിൽക്കുന്നത് സ്വന്തം മഹത്വത്തിൻ്റെ മേലല്ല, മറിച്ച് ദൈവകൃപയുടെ മേലാണെന്ന് ഈ വാക്യം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ആത്മീയ മേഖലയിലുള്ള ഒരു വലിയ അപകടം ശക്തിയുടെ ഉറവിടത്തെ മറന്നുപോകുന്നു എന്നതാണ്. ചിലപ്പോഴൊക്കെ നമ്മളും പറഞ്ഞു പോകുന്നു, ഞാനിത് നേടിയെടുത്തു, എൻ്റെ വിശുദ്ധി, എൻ്റെ പരിശുദ്ധി, ഞാനിത് പണിതുയർത്തി എന്നൊക്കെ. എന്നാൽ ശാഖ മരത്തെ താങ്ങുകയല്ല, മരമാണ് ശാഖയെ താങ്ങുന്നതെന്ന് തിരിച്ചറിയണേ. ഓരോ ശ്വാസവും, ഓരോ കൃപയും, ഓരോ അവസരവും, ഓരോ കഴിവും, ഓരോ ശുശ്രൂഷയും, ഓരോ വിജയവും കർത്താവിലാണ് താങ്ങി നിൽക്കുന്നതെന്ന് തിരിച്ചറിയാം. ഒരിക്കൽ ഈ വേരിനോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ നമ്മൾ വാടി തളർന്നു പോകുമെന്നും തിരിച്ചറിയാം. കാട്ടൊലിവ് കരുണയോടെ കർത്താവ് ചേർത്തു വെച്ചതാണ്. ആ കാട്ടൊലിവാണ് നമ്മൾ. ശ്രദ്ധയോടെ, ഭയത്തോടെ, ഭക്തിയോടെ ഫലം പുറപ്പെടുവിക്കാൻ നമുക്കും കഴിയട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, എന്നിലെ എല്ലാ നന്മയും നിന്നിൽ നിന്നാണ് പുറപ്പെടുന്നതെന്ന് ഈ പ്രഭാതത്തിൽ എന്നെ ഓർമ്മിപ്പിച്ച നിന്റെ കാരുണ്യത്തെ ഞാൻ സ്തുതിക്കുന്നു. കർത്താവേ, എത്ര വിജയിച്ചാലും എളിമയോടെ നിൽക്കാൻ, എത്ര സഹിച്ചാലും വിശ്വസ്തയോടെ നിൽക്കാൻ എന്നെ പഠിപ്പിക്കണേ. കർത്താവേ, എൻ്റെ ഹൃദയം നിന്നിൽ വേരുറയ്ക്കട്ടെ. നിന്റെ കൃപയിൽ ഞാൻ പണിയപ്പെടട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.